റോയൽ എൻഫീൽഡിന്റെ ഉപബ്രാൻഡായ ഫ്ലൈയിംഗ് ഫ്ലീ തങ്ങളുടെ ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായ C6 പുറത്തിറക്കി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചിരുന്ന ഫ്ലൈയിംഗ് ഫ്ലീയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇലക്ട്രിക് ഇരുചക്രവാഹനമായ C6 നിർമ്മിച്ചിരിക്കുന്നത്. മിലാനിൽ നടന്ന പ്രത്യേക ഇവന്റിലാണ് ഫ്ലൈയിംഗ് ഫ്ലീ C6 ആദ്യം പ്രദർശിപ്പിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വിന്റേജ് ഡിസൈനാണ് C6. പൂർണ്ണമായും ഒരു പുതിയ അലുമിനിയം കേജ് ഫ്രെയിമിലാണ് മോട്ടോർ സൈക്കിൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വളരെ ഭാരം കുറഞ്ഞ മോട്ടോർ സൈക്കിളായിരിക്കും C6. C6ന്റെ പ്രധാന ഡിസൈൻ ഹൈലൈറ്റ് ഗിർഡർ ഫ്രണ്ട് ഫോർക്കുകളാണ്. സങ്കീർണമായ ഒരു സസ്പെൻഷൻ സംവിധാനം നൽകുന്ന ഏക ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാക്കി C6നെ മാറ്റുന്നതിൽ ഈ ഫോർക്ക് പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. C6ന്റെ പ്രധാന VCU വെഹിക്കിൾ കൺട്രോൾ യൂണിറ്റ് റൈഡറെ മോട്ടോർ സൈക്കിളിലെ എല്ലാ ഫിസിക്കൽ ഡിജിറ്റൽ ഇന്റർഫേസുകളും ഉപയോഗിക്കാൻ സഹായിക്കും. C6ന്റെ നിയന്ത്രണം ഒരു മൊബൈൽ ആപ്പ് വഴി ആക്സസ് ചെയ്യാൻ കഴിയും. തങ്ങളുടെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൽ VCU മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ബൈക്കിന്റെ ത്രോട്ടിൽ, ബ്രേക്കിംഗ്, റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്നിവയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി റൈഡറുടെ മൊത്തത്തിലുള്ള റൈഡിംഗ് അനുഭവം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഫ്ലൈയിംഗ് ഫ്ലീ മുമ്പ് പറഞ്ഞിരുന്നു. റോയൽ എൻഫീൽഡ് ഫ്ലൈയിംഗ് ഫ്ലീ C6ന്റെ ബാറ്ററി, ഇലക്ട്രിക് മോട്ടോർ സ്പെസിഫിക്കേഷനുകൾ എന്നിവ ഇതുവരെ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. ബാറ്ററി ഒരു മഗ്നീഷ്യം കേസിംഗിനുള്ളിലായിരിക്കും എന്ന് കമ്പനി സ്ഥിരീകരിച്ചിരുന്നു. C6ൽ ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റം ഉണ്ടാകും. കൂടാതെ ട്രാക്ഷൻ കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ, കോർണറിംഗ് ABS എന്നിവയും മറ്റ് ഇലക്ട്രോണിക് സാങ്കേതികതയും C6ൽ ഉണ്ടാകും. സ്റ്റാൻഡേർഡ് 3-പിൻ പ്ലഗ് വഴി ചാർജിംഗ് നടത്താവുന്ന രീതിയിലായിരിക്കും C6ന്റെ രൂപകൽപ്പന. ഹെഡ്ലൈറ്റുകൾ, ഇൻഡിക്കേറ്ററുകൾ, ടെയിൽ ലൈറ്റുകൾ, ഡിജിറ്റൽ ഡിസ്പ്ലേ എന്നിവയ്ക്കായി LED ഹൌസിംഗ് വാഹനത്തിലുണ്ട്. ഫ്ലൈയിംഗ് ഫ്ലീ 5 റൈഡ് മോഡുകളുമായാണ് വരുന്നത്. റൈഡർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ മോഡും ഉപയോഗിക്കാം. റൈഡറുടെ സ്മാർട്ട്ഫോൺ വഴി വാഹനം ഓണാക്കാനും ഓഫാക്കാനുമുള്ള ഒരു സ്മാർട്ട് കീ ഓപ്ഷനും ഉണ്ടാകും.